ഈ അടുത്തിടെ നമ്മളൊരു ഒരു കാര്യം, ഒരു ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് കുറെ ഫോൺ കോൾസ് ഒക്കെ വന്നൂല്ലേ, എവിടെയോ പൂട്ടിയിട്ടു സംഭവങ്ങള്. ഞാനത് എങ്ങനെ അവതരിപ്പിക്കാന്ന് എനിക്ക് അറിയില്ല. അവർ ചെയ്തത് തെറ്റാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ എന്നെ അറിയില്ല എന്ന് ഉണ്ടാവും. ഇവൻ വലിയൊരു നേതാവ് അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും വേറെ ആയിരിക്കും. പക്ഷെ സാധാരണ എല്ലാവരും വരുന്നത് പ്രത്യേകിച്ച് ഫോൺ, ഇന്നത്തെ കാലത്ത് ഫോണാണ് നമ്മുടെ ഒരു സെക്കൻഡ്, നമ്മുടെ പാർട്ട്ണർ എന്ന് പറയണെങ്കിൽ ഫസ്റ്റ് ഫോണാണ്. കാരണം അത് ഓഫായ അതിനുള്ളിലാണ് ബാങ്ക് ഡീറ്റെയിൽസ്, അതിനുള്ളിലാണ് എല്ലാ സംഭവങ്ങളും, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണാണ്. അപ്പോൾ എൻ്റെ സിമ്മ് അമ്മയെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിമ്മ് അമ്മേൻ്റെ, അതിൽ മെയിൻ സങ്കടം വന്നതെന്ന് വെച്ചാൽ അമ്മേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ വീട്ടിൽ ആരും ഇല്ല. ചേട്ടൻ പുറത്തായിരുന്നു, ഞാനും ഇല്ല. അമ്മ വിളിച്ചിട്ട് ഫോൺ പോണേ ഇല്ല. നെയ്ബേഴ്സ് അപ്പുറത്തെ വീട്ടിൽ ആൾക്കാർ പുതിയ വീട് വാങ്ങിയതാണ്, അപ്പോൾ ആരും ഇല്ല. അപ്പം ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും ഫോൺ കംപ്ലൈൻ്റ് ആയി, സിമ്മൊന്നും ഇല്ല, നെറ്റും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് അമ്മയ്ക്ക് തലകറക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടുള്ളൂ. ഞാൻ അത്രയും ഷോക്കായിപ്പോയി. സഡനായിട്ട് ഞാൻ ഫോൺ എടുത്ത് നേരെ ഷോറൂമിൽ പോയപ്പോൾ അവർ ഓക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വളരെ കൺവീനിയൻസിങ് ആയിരുന്നു. പക്ഷേ ഒരു ലേഡി ടു ലേഡി ടോക്ക് എന്ന് പറഞ്ഞില്ല, ഒരു മാനേജർ കയറി വന്നിട്ട് അപ്പം ഞാനൊന്ന് ക്ലാരിഫൈ എന്താണ് ഓക്കെ. എൻ്റെ കയ്യിൽ ID കാർഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് വണ്ടിയിലുണ്ട്, 12 years ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്മാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ID കാർഡ് ഞാൻ വേണമെങ്കിൽ മെയിൽ ചെയ്ത് തരാം, കണ്ടാലും നിങ്ങൾക്കത് ഫോട്ടോസ്റ്റാറ്റ് ആണല്ലോ, ഞാൻ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വരാം. സോ അതൊന്നും അവർക്ക് പറ്റില്ല. അവർക്കത് യു ഷുഡ് ഗോ എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. കാരണം നമ്മുടെ സിസ്റ്റം ഇത്ര അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ ഇപ്പോഴും ആ ഒരു സ്റ്റേജ് എന്താണ്, അത് കഴിഞ്ഞാൽ പറഞ്ഞു ഇത് ആരെ സിം യൂസ് ചെയ്യണം പറഞ്ഞു. അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മയില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാൻ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു അല്ല അത് ഇല്ലില്ല, അമ്മേനെ വിളിച്ചിട്ടുണ്ട് ടൈം കളയല്ലേ പറഞ്ഞു. അല്ലാതെ എൻ്റെ സിമ്മാണ്, എൻ്റെ പേരിലെ സിമ്മാണ് എന്ന് പറയണമെന്നുണ്ടായി. അപ്പോൾ ഞാൻ അവിടുത്തെ ജെന്യൂനായ ഒരു ആൾ വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു മാനേജറിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാഫ്. അത് മാനേജറിന് ഇഷ്ടമായില്ല. ആ ഒരു ഈഗോ അവിടെ വർക്ക്ഔട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ യു ആർ സോ ഗുഡ് ഇൻ ദിസ് യുവർ ജോബ് എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പോൾ ഞാനിതിനെ പുറത്തു പോകണേ ഗോ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. സോ ഐ ടേക്ക് അതാ ഒരു എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അത് എവിടെയും പോസ്റ്റ് ചെയ്യാനല്ല, എനിക്കത് കംപ്ലയിൻറ്റ് ബോക്സിൽ മെയിൽ ചെയ്ത് അയക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. കാരണം നോട്ട് ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഈവൻ ഞാൻ നേഴ്സാണ്, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് ഹെൽത്തായിട്ട് ഞാൻ ഡീൽ ചെയ്യണം. അതവിടെ വെച്ചിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യാൻ. അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും ഞാനത് റിപ്പീറ്റ്ലി പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ 3 പ്രാവശ്യമാണെങ്കിൽ 10 പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം. അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി ഓടി വന്നിട്ട് അതൊരു പഠിച്ച് കയറി വന്നതിൻ്റെ ഉള്ളൂ. വന്നിട്ട് പെട്ടെന്ന് എന്നെ തള്ളി മാറ്റി. അത് വന്ന് മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ സ്കാറായി എന്ന് വെച്ചാൽ നഖം കൊണ്ട് സ്കാർ. അപ്പം എനിക്കത് വേദനിച്ചപ്പോൾ ഞാൻ അപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ ഫോട്ടോ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാൻ തനിക്കൊരു പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷട്ടർ താത്തിട്ടാന്ന് പറഞ്ഞ് ആരൊക്കെയോ വന്ന് ഷട്ടർ താത്തിയിട്ടു. അപ്പൊ ബാക്കി കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല? 2-3 കസ്റ്റമേഴ്സ് ഉണ്ടായി. കാരണം അവരാരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഓൾഡായ കുറച്ച് 2 പേരുണ്ടായി. പിന്നെ വേറെ എല്ലാവരും നോക്കുമ്പോൾ അവിടുത്തെ ഒരു മാനേജർ എന്നെ ചീത്ത പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും, അങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുക. പക്ഷെ ഒരു പ്രൊവോക്കിംഗ് ഇതിൽ ഞാൻ ചിലപ്പോൾ മാനേജറോട് ഞാൻ ഡോണ്ട് ടോക്ക്, ലെറ്റ് ഹിം ടോക്ക് എന്ന് പറഞ്ഞായിരുന്നു. അത് സ്റ്റാഫ്, കാരണം അത് ചിലപ്പോൾ ആ കുട്ടിക്ക് ഈഗോ അടിച്ചിട്ടുണ്ടാകും. കാരണം അവരുടെ സ്റ്റാഫിന്റെ മുമ്പിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ദേഷ്യം തീർത്തതായിരിക്കും ഡിലീറ്റ് ചെയ്തിട്ട്. കാരണം അവർക്ക് ജയിക്കാനൊരു സ്പേസ് വേണം. ഷട്ടർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്, ഞാൻ എന്താ ഇവിടുന്ന് വല്ല മോഷ്ടിച്ചിട്ട് പോയോ. പിന്നെ ഉള്ള ടെൻഷൻ ഇവരിങ്ങനെ എന്തെങ്കിലും എന്നെ അടിച്ചേൽപ്പിക്കോ, എന്തെങ്കിലും മോഷ്ടിച്ചു എന്നൊക്കെ പറയോ. അത് ഞാൻ ഭയങ്കര ടെൻഷനായി. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ, ആക്ച്വലി അവർക്ക് കാണാലോ ഞാൻ എന്തെങ്കിലും എടുത്ത് ബാഗിലിടോ. എനിക്ക് അങ്ങനെ ഭയങ്കര പേടിയായി. അപ്പം എന്നെ അവിടുത്തെ ഒരു പയ്യനെ മനസ്സിലായെന്ന് തോന്നുന്നു. ആ പയ്യൻ എന്നെ മനസ്സിലായത് കൊണ്ടാണ് ആ പയ്യൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു മാഡം പ്രശ്നം ഉണ്ടാക്കണ്ട, പ്ലീസ് അത് ഡിലീറ്റ് ചെയ്തിട്ട് പോകും. ഞാൻ പറഞ്ഞു നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾക്ക് ഞാൻ അത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കോ, ഞാൻ വന്നിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവരാരും പോലീസിനെ വിളിക്കണില്ല. അവർ ഷട്ടർ അടിച്ചിട്ടിട്ട് അവരവിടെ നിന്ന് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു മൊമെൻറ്റിലുണ്ടല്ലോ, ഞാനൊരു കള്ളിയാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാനെല്ലാം കൊന്നിട്ടിരിക്കുകയാണോ, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. ആക്ച്വലി ഭയങ്കര, എനിക്ക് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഫോൺ എടുത്തിട്ട് ആദ്യം 100 വിളിച്ചപ്പോൾ മറ്റേ ഹെൽപ്പ് ലൈൻ പറഞ്ഞില്ലേ 3 നെക്കാച്ചു, ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. വേറെ ആൾ വിളിച്ചോ, അത്
എടുക്കുന്നില്ല കോൾ, മെസ്സേജും പോകണില്ല. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. ഞാൻ അവിടെ നിന്ന് കരച്ചില്ല. അവസാനം MLA അൻവർ സാദത്തുണ്ട്. അൻവറേട്ടൻ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് അൻവറേട്ടനാണ്. അപ്പോൾ MLA ആയിട്ടെന്നല്ല, അൻവറേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എനിക്ക് ആരെ വിളിക്കണമെന്ന് അറിയില്ല. 4ാമത്തെ പ്രാവശ്യമായപ്പോൾ അൻവറേട്ടൻ ഫോൺ വിളിച്ചു. അൻവറേട്ടൻ കൊറോണയും കണ്ടുപിടിച്ച് കിടപ്പായിരുന്നു എന്ന്. അൻവറേട്ടാന്ന് പറഞ്ഞാൽ എന്നോട് പൊട്ടിക്കര. എനിക്ക് എന്നെ പൂട്ടിയിട്ടു. എവിടെ പൂട്ടിയിട്ട് പോളെന്ന് പറയാൻ മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റിൽ അവിടെ പൂട്ടിയിട്ട് എന്നെ അത് തുറന്നു വിടൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ടായുള്ളൂ. ഞാൻ അവിടുന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവര് എന്നോട് വന്ന് പോലീസിനെ വിളിച്ചു. അവരെ വന്ന് ഇവര് വിചാരിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസ് വന്നതാണ്. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി. പക്ഷെ എനിക്കറിയാം ജോലിയുടെ വില എന്താണ്. ഒരു ജോലി കളയാനും ജോലി കിട്ടാനും ഭയങ്കര പാടാണ്. അപ്പം ഞാൻ പറഞ്ഞു കേസൊന്നും ആക്കണ്ട, വിട്ടേക്കൂ. അപ്പോഴേക്കും മീഡിയാസ് എന്തൊക്കെയോ അറിഞ്ഞു തോന്നുന്നു. ഈ രാഷ്ട്രീയ ചേട്ടന്മാരോട് പറഞ്ഞു അവരങ്ങനെ സ്പ്രെഡായി പോയത്. അല്ലെങ്കിൽ എനിക്ക് അറിയിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ വന്നു. ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരായിരിക്കാം, അവർക്ക് അറിയില്ല ചിലപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണേന്ന്. അവരുടെ സ്പേസിൽ പെട്ടെന്ന് ഈഗോ ഹേർട്ട് എനിക്ക് ഈ ജോലി പോയാൽ വേറെ ജോലി എന്നുള്ള മൈൻഡ് ആയിരിക്കാം മിക്കവർക്ക്. അപ്പോൾ അവർ വന്നപ്പോൾ കുട്ടി ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നില്ല അവരോട്, സാറായിട്ട് സംസാരിക്കൂ. കാരണം അവരെന്തെങ്കിലും പറഞ്ഞ ചിലപ്പോൾ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോകും. ഞാൻ മാറി പുറത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് കുട്ടി സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ ചെയ്താലും ഷട്ടർ അടച്ചിരുന്നത് വളരെ മോശമായ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വരുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ID കാർഡ് അവിടെ ഇരിപ്പുണ്ടാവും, ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ഷട്ടർ അടിച്ചിട്ടിടാന്നൊക്കെ പറഞ്ഞാൽ അതല്ല ഒരു ടീം കോർഡിനേഷൻ. മാനേജറിൻ്റെ ടീം കോർഡിനേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ വേറെയാണ്. അതാണ് അച്ചീവ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞു, ഞാൻ നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഐ ഫീൽ ലൈക്ക് ടോപ്പ് ഓഫ് ദ വേൾഡ്. ഞാൻ വലിയ സംഭവമായി എന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ എഡ്യൂക്കേഷൻ കൂടും തോറും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടും തോറും നമ്മൾ താഴേക്ക് വരും. നമ്മൾ ഭയങ്കര പൊലൈറ്റ് ആവും. അല്ല, പഠിച്ച് പെട്ടെന്ന് ജോലി കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര ലോകം കീഴടക്കിയ സന്തോഷവും. ആ കുട്ടി ആ സ്റ്റേജിലാണ്. അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മോളൊക്കെ അത് മനസ്സിലാവുള്ളൂ. ആ സ്റ്റേജിൻ്റെ പ്രോസസ്സാണ്. അത് മനസ്സിലാക്കി അതിൻ്റെ സമയം വരും. അത്രയേ ഉള്ളൂ. ഞാൻ കേസൊന്നും ആക്കുന്നില്ല. I accept my sorry and I close that case.